ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടൂറും പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഷവർമ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഷവർമ ഉണ്ടാക്കാനുള്ള കുബൂസ് ഞാൻ ഉണ്ടാക്കിയെടുക്കലാണ്. അതിനായിട്ട് ഇതാ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റ് എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്ത 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലല്ലേ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഈസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ 1 കിലോ എന്താ പറയുക 4 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2, 3, 4 നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരളവിലെ ഒരു 10-12 ചെറിയ കുബൂസിലാണെങ്കിൽ ഒരു 10-12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 2 കപ്പ് മതി കേട്ടോ. അതിന് 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം കുഴച്ചെടുക്കുക. ഇനിയിപ്പം വെള്ളം ആവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ഈ ആഗാരോൻ്റെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ചെക്ക് ചെയ്തോ. നല്ല പ്രോഡക്റ്റാണ്, നമുക്ക് കുഴക്കാനും കേക്കിനെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഴച്ച് വെച്ച മാവിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. പണ്ടിലാണെങ്കിലേ എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനെ ചപ്പാത്തിക്കും ഇതിനെല്ലാം കുഴക്കാൻ വേണ്ടിക്ക്. പക്ഷെ ഇപ്പം ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടായ ശേഷിയില്ലേ ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നൽ. വാങ്ങാത്തവരാണെങ്കിൽ വാങ്ങിക്കോട്ടാ. കാര്യം റമദാൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര പണികളെല്ലാം ചുരുങ്ങും. അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ഞാൻ അതിന് മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. ഒന്ന് പൊങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 2 മണിക്കൂർ കൊണ്ട്, ചൂടുള്ള സ്ഥലമല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. ആ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും, 1 ടീസ്പൂണിലും കുറവ് ക്യുമിൻ സീഡ് ചെറിയ ജീരകം പൊടിച്ചതും, 2 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയിലെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 3-4 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ചിലും ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതാ ചിക്കന് ഫ്രൈ ആക്കി എടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് വിനെഗറും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ മൊത്തത്തിൽ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. പിന്നെ എല്ലോടുകൂടിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷവർമ എല്ലാം ചെയ്യുമ്പം സാധാ അങ്ങനെയുള്ള പീസാണോ എടുക്കുന്നത് അങ്ങനെ എടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം എല്ലില്ലാത്ത പീസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് 2 ഭാഗവും ഒരുപോലെ കളർ ചേഞ്ച് ആകുന്ന വരെ ഫ്രൈ ആക്കി എടുക്കാം. ആ ഒരു ടൈം ഇതാ നമ്മുടെ കുബൂസിൻ്റെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലും പൊങ്ങി വരും കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. നേരത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉച്ചക്കെല്ലാം എന്താ പറയുക, ഉച്ചയല്ല ഒരു 3-4 മണിക്കെല്ലാം കുബൂസിന് കുഴച്ച് വെച്ചാൽ ഒരു 7 മണിയാകുമ്പോഴേക്ക് കറക്റ്റായിട്ട് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഓരോരോ ബോൾസ് ആക്കി എടുക്കലാണ്. കറക്റ്റ് ഈ ഒരളവിലെ 10-12 കുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിപ്പം കുറച്ച് വലിയ കുബൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. നിങ്ങൾ കുഞ്ഞു കുബൂസാണ് റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ സാധാ ഷവർമേൻ്റെ ആ ഒരു ടൈപ്പിൽ കുബൂസ റെഡിയാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10-12 കിട്ടും കേട്ടോ. ഈ ഒരു 4 കപ്പിൽ ഞാനിപ്പോൾ കുറച്ച് വലിയ ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സാധാ കുബൂസ് എല്ലാം പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുബൂസ് ചുട്ടെടുക്കുന്നതല്ലേ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ.
അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുന്ന ടൈമിൽ എൻ്റെ വീട്ടിൽ കൂടുതൽ വിളിക്കാൻ വേണ്ടിക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് ചുട്ടെടുക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അവർക്ക് ജ്യൂസ് അടിക്കും, അവരോട് സംസാരിക്കുകയെല്ലാം ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിന്. പിന്നെ ചുട്ടെടുത്തതെല്ലാം എൻ്റെ മക്കളാണ് കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുബൂസെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കാര്യമാക്കിയിട്ടില്ല. കാര്യം ഒരുപാട് പ്രാവശ്യം ഞാൻ കുബൂസ് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരെല്ലാം പോയ ശേഷം എന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാനിതാ മയോണൈസ് റെഡിയാക്കലാണ്. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ്. സത്യം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവിക്കാനെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇതാ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസല്ല 2 ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം. 1/2 കപ്പ് പാലന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങിലേക്കില്ലേ ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ 1/2 കപ്പ് ഓയിലില്ലേ, 1/2 കപ്പ് ഓയിൽ അടിച്ചെടുക്കുക. പിന്നെയും 1/2 കപ്പ് ഒഴിച്ച് ബാക്കിയുള്ള 1/2 കപ്പിൽ ബാക്കി ഉണ്ടാവില്ലേ, ആ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് റെഡിയാവും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടൈമിൽ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് മൈസിമന്യും റെഡിയാക്കി തന്നതാണ് കേട്ടോ. കാര്യം അവരോട് ഞാൻ സംസാരിച്ചിരിക്കുകയെന്ന് ചെയ്തിട്ടുണ്ടായിന്. അവർ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ കഴിയൂല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ മക്കൾ അങ്ങനെ എനിക്ക് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ റെഡിയാക്കി തന്നതാണ് കേട്ടോ. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കട്ടാക്കിയിട്ടില്ലേ അങ്ങനെ. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടില്ല, അതെല്ലാം കട്ടാക്കി എടുത്ത് തന്നിട്ടുണ്ടായിന്. പിന്നെ ക്യാബേജ്, കക്കിരി, ഉള്ളി, പിന്നെ ഇതാ അവർ പരത്തിയിട്ട് ചുട്ടെടുത്ത കുബൂസാണ് കേട്ടോ. മാഷാഅല്ലാഹ് അവരെന്നെ പരത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കില്ല. പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ ഉമ്മമാർ കണ്ട് പഠിക്കുമെന്ന് അറിയുന്നില്ലേ, നമ്മൾ അരുവത്ത് അവരെ സ്കൂളിലത്തെ കഥകളെല്ലാം പറയിപ്പിച്ചാൽ മതി. അന്നേരം തന്നെ അവർ നമ്മൾ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് പഠിക്കും. ഞാനും അങ്ങനെ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ. എൻ്റെ മക്കളും ഇപ്പം അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് പണിയെടുപ്പിക്കലൊന്നുമില്ല, അവർക്ക് തോന്നണം പണിയെടുക്കാൻ വേണ്ടിക്ക്. അപ്പം കുബൂസായാലും ഫുഡായാലും എന്ത് ഐറ്റംസ് ആയാലും അവരത് കാണുന്നതുകൊണ്ട് തന്നെ ഡെയിലി കാണുമ്പോൾ, നമ്മളിപ്പം ഒരു വീഡിയോ ഡെയിലി കാണുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാട്ട് ഡെയിലി കേൾക്കുമ്പോൾ പഠിക്കൂലേ, അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പം നമ്മൾ കുട്ടികളെ അരുവത്ത് കൂട്ടിയാൽ മതി. അവരെ നിർബന്ധിച്ചിട്ട് അത് ഇത് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പഠിച്ചോളും അങ്ങനെ. എനിക്കിത് കണ്ടേരം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന് കേട്ടോ. മാഷാഅല്ലാഹ് രണ്ടാളും കൂടിയിട്ട് ആ വീഡിയോ മിസ് ചെയ്യണ്ട, കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുബൂസും എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിന്. വേഗം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി തന്നിട്ടുണ്ടായിന്. ഫ്രഞ്ച് ഫ്രൈസിൽ എന്താ പറയുക പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ, അതവർ ഫ്രൈ ആക്കിയതാണ്. അപ്പോൾ ഇതാ എന്താ പറയുക ഷവർമെല്ലാം ഫില്ല് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ. ഞാനിതാ കുറച്ച് മയോണൈസ് ആക്കി കൊടുത്ത് ചിക്കൻ വെച്ച് കൊടുത്ത്, പിന്നെ ക്യാബേജ്, കക്കിരി, ക്യാരറ്റ്, ഉള്ളി. ഞാൻ അധികം ക്യാരറ്റ് ഉള്ളിയൊന്നും ഷവർമയിൽ ഇട്ട് കൊടുക്കില്ല കേട്ടോ, പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ വേണം കേട്ടോ. ഇത് ഇൻസ്റ്റയിലില്ലേ ഭയങ്കര കുറച്ച് നാൾ മുമ്പേ ഭയങ്കര വൈറലായിട്ടുണ്ടായ ഒരു ഷവർമയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, പക്ഷേ ഇന്ന് എന്തായാലും കുട്ടികൾ ഷവർമ വേണമെന്ന് പറഞ്ഞേരം ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷേ കഴിക്കാൻ നോർമൽ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഷവർമയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്, പക്ഷേ ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ തംബ്നെയിലിന് വേണ്ടിക്ക് ഒന്ന് ഷവർമ റോൾ ചെയ്തെടുക്കലാണ്. എനിക്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാം പോവും, പിന്നെ അവർ ശ്രദ്ധയിലാവും. പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം എനിക്ക് ആ ഒരു വീഡിയോ എടുക്കേണ്ട ഒരു ഇതെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പം നമ്മളെല്ലാവരും അന്നത്തെ ദിവസം ഈ ഷവർമെല്ലാം കഴിച്ച് അടിപൊളി തന്നെ കേട്ടോ. ഞാൻ പിന്നെ ഷവർമൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതും ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഷവർമ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതും അടിപൊളി തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആ പാരൻസിനും കുട്ടികൾക്കും ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. പല കുട്ടികളും അല്ലാന്നുണ്ടെങ്കിൽ പാരൻസും പറയുന്നതൊക്കെ CBSE ഭയങ്കര ടഫാണ്, കേരള സിലബസിലേക്ക് മാറ്റിലാണ് നല്ല, അല്ലാന്നുണ്ടെങ്കിൽ CBSE കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷയം മോശമായതുകൊണ്ടല്ല കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്തത്, അത് പഠിക്കുന്ന രീതിയും അല്ലാന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് കേട്ടോ അത് ടഫായിട്ട് തോന്നുന്നത്. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്യാണ്. എ എന്ന് പറയുന്നത് x1 y1, ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ x2 y2. ഇങ്ങനെയാണെങ്കിൽ ഈ എ ബി
ഡിസ്റ്റൻസ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എന്ത് വരും? √(x2 - x1) the whole square plus. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പം എല്ലാ മേഖലയിലും ഭയങ്കര കോമ്പറ്റീഷനാണ്. എല്ലാ മത്സര പരീക്ഷകളിലും +2 ആയിട്ടുള്ള മത്സര പരീക്ഷയിലും എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ജോലി കിട്ടുക, നല്ല കരിയർ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു സാലറിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. കുട്ടികൾ വളർന്നു വരുന്ന എല്ലാ പാരൻസിനും ഉണ്ടാകുന്ന ടെൻഷൻ തന്നെയാണിത്. അതുപോലെ എനിക്കും ഇങ്ങനത്തെ ടെൻഷനെല്ലാം ഉണ്ടാവലുണ്ട്. പക്ഷേ ഇല്ലേ, എൻ്റെ ടെൻഷൻ കുറക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആൽബിഡോ ആണ്. മോൾക്ക് ഇങ്ങനെയുള്ള ഒരു ട്യൂഷൻ കൊടുത്തതിന് ശേഷമില്ലേ മോളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു പാരൻറ്റിനെ പോലെ കൂടെ ഇരുന്ന് സംശയങ്ങൾക്കും അവളെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ടീച്ചറുണ്ട് കേട്ടോ അവരുടെ കൂടെ. ഇതിപ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിലെല്ലാം നമുക്ക് ഒരുപാട് കുട്ടികളുണ്ടാകുമ്പം ടീച്ചേഴ്സിനെ എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കില്ല. പക്ഷേ എന്താ പറയുക, ഇതാവുമ്പം ഈ ഒരു ട്യൂഷനാകുമ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചറും കുട്ടിയും മാത്രമേ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ കുട്ടീൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ആയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ വീട്ടിലത്തെ ജോലികൾ അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല തിരക്കിലായിരിക്കും. അപ്പം ഓളുടെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ചിന്തിക്കും പഠിച്ചവനെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ കാര്യം. ഓളെ ഫ്രണ്ടിനെ പോലെ ഹെൽപ്പ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാനും എക്സാമിൻ്റെ ടൈമെല്ലാം അവർക്ക് എക്സാം എന്താ പറയുക കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടീൻ്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ മോളെ ആൽബിഡോൻ്റെ ട്യൂഷനിൽ ചേർത്തതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അവളുടെ കാര്യത്തിലുള്ള ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കുട്ടികളും ഇതുപോലെ CBSE, ICSE അങ്ങനെ ഏത് സിലബസിലായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു ട്യൂഷനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മടിക്കാണ്ട് ആൽബിഡോനെ കോൺടാക്റ്റ് ചെയ്തോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മളെ കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റിയൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ ആൽബിഡോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്തോ. ഈ അടുത്തായിട്ട് ഞാൻ ഹോം ടൂർ ചെയ്തിട്ടില്ലേ, അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് കിച്ചൺ ടൂർ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പം അത് ഞാൻ ഷെയർ ആക്കാം കേട്ടോ. ഇതൊരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ വരുന്ന. 2 സൈഡിലായിട്ട് പാനലിങ്ങും കൊടുത്തിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മെയിൻ കിച്ചണാണ് കേട്ടോ. ഈ വീട്ടിലായിട്ട് 2 കിച്ചൺ ഉണ്ട്. അതിൽ മെയിൻ കിച്ചണാണിത്. ഇതിപ്പം കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്നിട്ട് ഈ കാണുന്നത് ക്രോക്കറി എന്താ പറയുക യൂണിറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിട്ട് പ്രൊഫൈലായിട്ട് എല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലാണ് കേട്ടോ ഇത്. പിന്നെ ഈ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡോസ് എല്ലാം ചെയ്തിട്ടുള്ളത് സെറാമിക്കിലാണ് കേട്ടോ. അതുപോലെ ഗോൾഡൻ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിക്ക്. പിന്നെ താഭാഗത്തെ ഡോറെല്ലാം വരുന്നത് സെറാമിക്കിലും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് അക്കലിക്കിൻ്റെ ആ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു എന്താ പറയുക ഗോൾഡൻ ഹാൻഡിൽ വരുന്നില്ലേ ആ ഒരു ഭാഗം, ആ ലൈൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹോബും ഹുഡെല്ലാം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുണ്ടില്ലേ ഇങ്ങനത്തെ കിച്ചണില്ലേ ഇപ്പം കുറേ പുതിയ പുതിയ വീടുകളിൽ നമ്മൾ കിച്ചൺ കാണുന്നില്ലേ. പക്ഷെ ചില ആൾക്കാർ പറയുന്നില്ലേ പൊട്ടിപ്പോയി ഇളകിപ്പോയി എന്നെല്ലാം. അതെന്താണെന്നറിയോ, നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം 2 ടൈപ്പിലുണ്ട്. ഇതുപോലെ പ്രൊഫൈലേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പണ്ടേ ചെയ്യുന്ന മോഡൽ, പണ്ടേത്തെ ഡോറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡലാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാം. അധികം ലേഡീസിനല്ലാന്നുണ്ടെങ്കിൽ പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്കും
ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെയല്ലേ, അപ്പോൾ റേറ്റ് കുറഞ്ഞത് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തത് ചെയ്താൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കുറേ കാലം നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഇല്ല തന്നെ ചെയ്യലാന്ന് കേട്ടോ നല്ലത്. നമ്മളെന്തായാലും കിച്ചൺ നല്ലോണം യൂസ് ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പം കിച്ചൺ ചെയ്യുമ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നോക്കി ചെയ്യുക. അധികം എന്നോട് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത്. സെയിം ഇതുപോലത്തെ മോഡലെല്ലാം തന്നെ ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു കിച്ചണ് പെട്ടെന്ന് മോശമായി പോകുന്നത് കേട്ടോ. ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം വർഷങ്ങളോളം നീണ്ടു നിൽക്കും കേട്ടോ. എനിക്ക് ഈ വീട്ടിൽ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിച്ചണും, വർക്കിംഗ് കിച്ചണും മെയിൻ കിച്ചണും രണ്ടും നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ അവർ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. രണ്ടും അടിപൊളി പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് കേട്ടോ ഇപ്പം കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് കേട്ടോ. മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളതിൽ കോട്സ് വെച്ചിട്ടാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിലില്ലേ എത്രമാത്രം ഈ കിച്ചൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ടൈലുണ്ട്, ടൈലിൻ്റെ ലൈൻ പോലും എപ്പോക്സി ചെയ്തത് ഗോൾഡൻ കളറിലാണ് കേട്ടോ. പക്ഷേ നമുക്ക് ശരിക്കും വീട്ടിൽ നേരിട്ട് വന്നാലാണ് വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ടാവും കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ട് കിച്ചൺ കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ഈ വീട്ടിൻ്റെ വർക്കിംഗ് കിച്ചണിലേക്ക് പോവാം. അതും ഇവർ നല്ല അടിപൊളിയായിട്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലായിട്ടാണ് ഇവർ ഡിഷ് വാഷറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അക്ലക്കിൻ്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഹുഡ് വരുന്നുണ്ട്. പിന്നെന്താ ട്രോളി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. പിന്നിൽ നമ്മൾ ഒരു കിച്ചണ് ചെയ്യുമ്പം ആദ്യം അതിൻ്റെ ഭംഗിയെക്കാട്ട് കൂടുതൽ എന്താ പറയുക അതുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഇല്ലതോന്ന് നോക്കുക കേട്ടോ. നമ്മളിപ്പം നല്ല ഭംഗിയിൽ ചെയ്തൊരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 വർഷം കൊണ്ട് തന്നെ കബോർഡ് പൊട്ടിപ്പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെതലിൻ്റെ പ്രശ്നം കാര്യങ്ങളെല്ലാം വരും. പക്ഷേ നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് കുറേ കാര്യം നമ്മൾ കിച്ചണിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകുമ്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അതുപോലെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളുണ്ടാവും. കിച്ചണ് വേഗം മോശമാവില്ലേ. അപ്പം ആ വർഷങ്ങളോളം കിച്ചണ് പുതിയതുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ട്രോളി യൂണിറ്റ്. സെയിം നമ്മൾ ആ ഒരു കിച്ചണില്ലേ അതുപോലത്തെ ഒരു കിച്ചണാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ മെയിൻ കിച്ചണായിട്ട് ചെയ്യുന്ന ഒരു കിച്ചണാണ് ഇവർ വർക്ക് ഏരിയയിൽ പോലും കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞത് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കോംപ്രമൈസ് വെച്ചിട്ടേ ഇല്ല. അത്രയും അടിപൊളി പ്രൊഡക്റ്റാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്കിംഗ് കിച്ചണ് തന്നെ നല്ല അത്യാവശ്യം അത്രയും നല്ല ക്വാളിറ്റിയുള്ള കിച്ചണാണ്. കാര്യം ഞാൻ യൂസ് ചെയ്യുന്നതില്ലേ, നമ്മൾ വീടെടുക്കുന്ന ടൈമില്ലേ ഈ ഒരു കിച്ചണാണ് അത്രയും എന്താ പറയുക, ഈ ഒരു അക്ലക്കിൻ്റെ ഗ്ലാസ് ഫിനിഷിങ്ങുള്ള കിച്ചണാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ മോഡല്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞേരം പുതിയ പ്രൊഡക്റ്റ് വന്ന് ഇപ്പം നല്ല എന്താ പറയുക, ഇപ്പം സെറാമിക്കിൻ്റെ കിച്ചണാണ് കേട്ടോ. എന്താ പറയുക, ഈ ഒരു ഡോസും കാര്യങ്ങളെല്ലാം കണ്ടൊരു ഇവർ മെയിൻ കിച്ചൻ്റെ ഡോസും കാര്യങ്ങളെല്ലാം കണ്ടൊരിക്കാനോട് ചോദിച്ചിട്ടുണ്ടായിന് നമ്മളെ ഡോസും കാര്യങ്ങളെല്ലാം മാറ്റണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, കാര്യം നമ്മളെ കിച്ചൺ ഒന്നും ആയിട്ടില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര വർഷമായിട്ടും എനിക്കൊരു കംപ്ലൈൻറ്റും പറയാനില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയ വീടെല്ലാം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലേ നിങ്ങൾ എയർ റൂമിനെ സമീപിച്ചോ. ഞാൻ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പുതിയ മോഡലും വർഷത്തിനനുസരിച്ച് പുതിയ പ്രൊഡക്റ്റും കാര്യങ്ങളും അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് കിച്ചൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റും കേട്ടോ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ. ഈ വീടിൻ്റെ ഹോം ടൂർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ. ഞാൻ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.